തമിഴിൽ 12 വർഷങ്ങൾക്ക് ശേഷമാണ്. എലക്ഷൻ മത്സരിക്കാൻ ആരെങ്കിലും സമീപിച്ചിരുന്നു? സത്യസന്ധമായിട്ട് ചോദ്യം, ആരെങ്കിലും സമീപിച്ചു? ഈ പറഞ്ഞതുപോലെ ഇപ്പൊ എത്ര വിവാഹം കഴിച്ചു? തിരിഞ്ഞു എന്ന് വെച്ചാൽ ആൾക്കാർ അവരുടെ പിന്നീട് മനസ്സിലായി, ശരിയാണ്, ഞാൻ ഈ ഒച്ചപ്പാടും വെള്ളം വെച്ചപ്പോൾ ആരെങ്കിലൊക്കെ അവരോടും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അവർ അരി മേടിക്കാനും മണന മേടിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മതത്തെ വിറ്റ് കാശുണ്ടാക്കുന്നു. ഞാൻ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. നിങ്ങൾക്ക് ഒരിക്കലും അല്ലല്ലോ. ആ പടത്തിലെ തിരക്കഥ എൻ്റെയാണോ? അല്ല, ഡയറക്ടർ ഞാനല്ല. ഞാൻ ഫസ്റ്റ് ഹാഫിൽ അഭിനയിച്ചില്ല, സെക്കൻഡ് ഞാൻ ഇതിൽ നിന്നും പിന്മാറാൻ നിൽക്കല്ല. ഞാൻ എന്തിനാണ് ഇത് ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു സിനിമ റിവ്യൂ ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഉണ്ണി മൂന്നിന്. അതിൻ്റെ പേരിൽ ആൾക്കാരെ വിളിച്ച് തെറി പറയുന്നു, ആൾക്കാരെ ജോലി കളയുന്നു. ഇതൊന്നുമല്ല സംഭവിച്ചത്. ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരിക്കും. എസ്പെഷ്യലി നമസ്കാരം. പുതിയ സിനിമയുടെ ഒരു വിശേഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയാവുന്ന ഉണ്ണി മൂന്നനാണ്. നമസ്കാരം. നമസ്കാരം ഭായി. നമസ്കാരം. നമ്മുടെ പുതിയ സിനിമയുടെ വിശേഷങ്ങളാണ് നമുക്കറിയേണ്ടത്. തീർച്ചയായിട്ടും. ജയ് ഗണേഷ്. എനിക്ക് ആ സിനിമ കണ്ടിട്ട് എനിക്ക് ഒരു വീഡിയോ എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ ഇപ്പോഴുണ്ട്. നിങ്ങൾ ആ വീൽ ചെയറിൽ വന്നിട്ട് വീഴുന്ന ഒരു വീഡിയോ. ഓക്കെ. അതെൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ ശരിക്കും തട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ പെങ്ങടെ മോൻ വീൽ ചെയറിലായിരുന്നു, മരിച്ചുപോയി. ഇപ്പോൾ ഓട്ടിസമായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഫീൽ എൻ്റെ മനസ്സിൽ ഉണ്ണീനെ കണ്ടപ്പം വല്ലാതമായിട്ട്, എന്തുമായിക്കോട്ടെ, ആ ഉണ്ണി ആ വീൽ ചെയറിൽ പോകുന്ന സീൻ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും വേദനയോട് കണ്ണീര് മാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ എത്രയോ ജീവിതങ്ങൾ, ആ കഥയാണല്ലോ ഈ പറഞ്ഞു വയ്ക്കുന്നത്. ഓ, എന്നാ നിങ്ങൾ തുടങ്ങിയത് തന്നെ. എനിവേസ്, ജയഗണേശ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ജെനുവിൻലി ഒരുപാട് ചിന്തകൾ പോയി. ഏത് സിനിമയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഏത് കഥയായിരിക്കണം നമ്മൾ പറയേണ്ടത്. സോ 2023 നമ്മൾ സിനിമകൾ ചെയ്തിട്ടില്ല. 2022 അവസാനമാണ് മാളികപ്പുറം റിലീസായത്. അപ്പോൾ ഞാനും നമ്മുടെ ടീം എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഈ കഥ പറയുന്നതും. ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കഥ. അതിനുശേഷം ഒരു 28-29 ഡ്രാഫ്റ്റുകളാണ് പുതുക്കി വന്നുകൊണ്ടിരുന്നത്. എവറി ടൈം ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ആ സിനിമ ചെയ്യാനുള്ളൊരു എന്താ പറയുക, ആഗ്രഹം കൂടി വന്നതേ ഉള്ളൂ. ഇവൻച്വലി ഞാനും രഞ്ജിത്ത് ചേർന്നത് പ്രൊഡ്യൂസ് ചെയ്തു. ഞാനിപ്പോൾ ആദ്യമായിട്ട് പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു, ഇപ്പം നിങ്ങളുടെ ഓർമ്മകളിൽ നിൽക്കുന്ന ഈ ഒരു അനുഭവം എൻ്റെ അടുത്ത് പങ്കുവെച്ചല്ലോ, അത് ഡെഫിനറ്റ്ലി വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ആസ് എൻ ആക്ടർ ഞാൻ ആഗ്രഹിച്ചത് ഒരു പക്ഷേ ഒരു പ്രേക്ഷകനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലൊരു കഥ പറയാനും, മാത്രമല്ല അറ്റ് ദ സെയിം ടൈം അതൊരു ഗിമ്മിക്ക് അല്ലെങ്കിൽ ഒരു കോമഡി ആവാതെ അതിൻ്റെ ഒരു പക്വത, ആ ക്യാരക്ടർ എന്താണ് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഈ ഭിന്നശേഷി അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡായ കുട്ടികളും അല്ലെങ്കിൽ ആൾക്കാരും ഒരു ആക്സിഡൻറ്റ് പുറത്തോ അല്ലെങ്കിൽ അസുഖത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ പുറത്ത് വീൽ ചെയറിലായി പോകുന്ന ആൾക്കാരുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ കഥ പറയുമ്പോൾ അതിൻ്റെ ട്രൂ ഇമോഷൻ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നു. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് വെച്ചാൽ, മാളികപ്പുറം പോലത്തെ ഒരു വലിയൊരു ഹിറ്റ് സിനിമയ്ക്ക് ശേഷം കുടുംബ പ്രേക്ഷകർ ഈ സിനിമ കാണുമ്പോൾ ഒരു എൻ്റർടൈനിങ് സിനിമയായിട്ട് തന്നെ നമ്മൾ പറഞ്ഞ ഈ ഒരു മൊമെൻറ്റ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇതൊരു ഗംഭീരമായ ഒരു എൻ്റർടൈനിങ് സിനിമയാണ് ജയ് ഗണേഷ്. എല്ലാവർക്കും, മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരിക്കും. എസ്പെഷ്യലി ഇത്തരം അനുഭവങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പെഷ്യലി ഏബിൾഡായ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ സിനിമ കാണുമ്പോൾ രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന സിനിമയായി മാറും. തീർച്ചയായിട്ടും ഈ പറഞ്ഞു വെച്ചതുപോലെ ഇങ്ങനെ ഒത്തിരി ആളുകളുണ്ട്, ഈ ജീവിതം ഇങ്ങനെ ഒത്തിരി കണ്ടുപോയിട്ടുണ്ട് നമ്മൾ, അല്ലേ? ഈ സിനിമയിലേക്ക് ഇത്തരം ഒരു വേഷം ചെയ്യുമ്പോൾ നമുക്കൊന്ന് പഠിക്കണമായിരുന്നു. വീൽ ചെയറിലുള്ള യാത്ര അതൊക്കെ വലിയ റിസ്ക്കിയാണ്. അതെങ്ങനെയാണ് ഒന്ന് സ്റ്റഡി ചെയ്തിരുന്നത്? ആക്ച്വലി
വീൽ ചെയറിൽ ഞാൻ ഷൂട്ടിങ്ങിന് മുന്നേ തന്നെ ഒരുപാട് നമുക്ക് വേണ്ടി തന്നെ ഒരു വീൽ ചെയർ ഡിസൈൻ ചെയ്യുകയും അത് ഞാൻ യൂസ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഐ വാസ് വെരി കംഫർട്ടബിൾ. എന്താണെന്ന് അറിയില്ല, ഞാനത് പെട്ടെന്ന് പഠിച്ചു അത് മാനോവർ ചെയ്യാനൊക്കെ. അതിനേക്കാൾ ഉപരി എനിക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ഇതിൻ്റെ കഥ ആൻഡ് അതിൻ്റെ ഇമോഷൻ അത് ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് എനിക്ക് രഞ്ജിത് ശങ്കർ എന്ന റൈറ്ററിനോടുള്ളൊരു ഇഷ്ടം എന്തെന്ന് വെച്ചാൽ ഒരു നടൻ എന്ന ഉപരി ഒരു വ്യക്തിയോട് സംസാരിച്ച് അയാളുടെ അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും അല്ലെങ്കിൽ ചെറിയ മൊമെൻറ്റ്സ് മനസ്സിലാക്കി അത് സ്ക്രിപ്റ്റിൽ തനിയെ കൊണ്ടുവന്ന് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇത് എൻ്റെ ലൈഫിലെ ഒരു ഭാഗമായിരുന്നു എന്നാൽ അല്ല എന്ന് തോന്നിപ്പിച്ച് കഥയിലേക്ക് കൊണ്ടുവരാൻ പുള്ളിക്ക് ഭയങ്കരമായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഒരു എഴുത്തിൻ്റെ ഒരു ഭംഗിയാണ് പുള്ളിയുടെ. അത് എന്നെ ഒരുപാട് സഹായിച്ചു. ഒരു ക്യാരക്ടറുമായിട്ട് നമുക്ക് പെട്ടെന്ന് എന്താ അതിൻ്റെ ഇമോഷൻ മനസ്സിലാക്കി. ബിക്കോസ് നോൺ സ്റ്റോപ്പ് ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായില്ല. അപ്പോൾ അതാണ് എനിക്ക് ഈ സിനിമയിൽ ഈ ഒരു ടെക്നീഷ്യനൊപ്പം വർക്ക് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ പോസിറ്റീവ്. ആൻഡ് വീൽ ചെയർ, സത്യം പറഞ്ഞാൽ വീൽ ചെയർ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ ഇരുന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായി. പക്ഷേ കൺസ്റ്റൻ്റ്ലി നമ്മളിത് ഷൂട്ട് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലായത് നമ്മുടെ സൊസൈറ്റി പൂർണ്ണമായിട്ടും നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഡിസൈൻഡായി പോയി. അതിൻ്റെ എൻജിനീയറിങ്, അതിൻ്റെ എല്ലാം. ദാറ്റ് ഈസ് ഒരു സാധാരണ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്ക് എല്ലാം ഒരു യുദ്ധമാണ്. ഒന്ന് നോർമൽസി ഇല്ല. ഇപ്പോൾ ഒരു സീനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് കയറുന്നൊരു സീക്വൻസ് ആണ്. അവിടെ ഒരു ചെറിയൊരു പടിയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടത് കയറ്റി വെച്ചില്ലെങ്കിൽ ഭയങ്കരമായ വീഴ്ചയാണ് ഉണ്ടാവുക. അത് എൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേരെ മീറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവരുടെ കൂട്ടത്തിലൊരു സുഹൃത്ത് വീൽ ചെയറിലായിരുന്നു. ജസ്റ്റ് തട്ടി വാഗിന് തല പേടിച്ചു മരണപ്പെട്ടു. എനിക്കത് സംഭവിച്ചില്ല. ബിക്കോസ് ആ ഭാഗ്യത്തിന് ആ വീൽ ചെയറിൻ്റെ ബാക്കിലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വിതൗട്ട് ഹെൽമെറ്റ് ഇരിക്കുമ്പോൾ ഭയങ്കരമായ വീഴ്ചയായിരുന്നു അത്. ഞാൻ പേടിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഈ സിനിമ ചെയ്തതിന് ശേഷം വേറൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് എന്നെ തന്നെ ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു ജീവിതത്തിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവ്. ഞാൻ കുറച്ചും കൂടി ഇപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് കുറവാണ്. എനിക്ക് മനസ്സിലായി ദാറ്റ് ഈസ് ഇപ്പോൾ ദൈവം നമുക്ക് തന്നത് ഒരുപാട് കാര്യം തന്നു കഴിഞ്ഞു. തിരിച്ചറിഞ്ഞത് ഒരു സിനിമയിലൂടെയും ഒരു കഥാപാത്രത്തിലൂടെയാണെന്ന് വലിയൊരു തിരിച്ചറിവാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജയഗണേഷ് എന്ന സിനിമയും ജയഗണേഷിൽ ചെയ്ത കഥാപാത്രം ഭയങ്കര സ്പെഷ്യലായിട്ടാണ് എനിക്ക് എപ്പോഴും ഇരിക്കാൻ പോകുന്നത്. അതും ഇത്രയൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ് രഞ്ജിത്തും ഞാൻ തീരുമാനിച്ചത് ഒരിക്കലും ഒരു പാത്തോ ഒരാളുടെ സങ്കടം പറയുന്ന സിനിമ മാത്രമായി പോകരുത്. ഇതിലെ നായകൻ എല്ലാവർക്കും എന്താ പറയുക ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു പോസിറ്റിവിറ്റി നൽകുന്നൊരു കഥാപാത്രമായി മാറണം എന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ സ്പെഷ്യലി ഏബിൾഡായ ആൾക്കാർ ഈ നായകനെ കാണുമ്പോൾ ഇത് അവൻ തന്നെയാണെന്ന് അവർക്ക് തോന്നും ചെയ്യണം. മാത്രമല്ല ഒരു രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന ഒരു അനുഭവം അവർക്ക് ഉണ്ടാവണം. ബിക്കോസ് വളരെ അപൂർവമായിട്ടാണ് ഇത്തരം കഥാപാത്രങ്ങൾ സിനിമയിൽ വരുന്നതും നായക പരിവേഷത്തിൽ വരുന്നത് അതിനേക്കാളും ചുരുങ്ങിയ രീതിയിലാണ്. മാത്രമല്ല വളരെ എനിക്ക് ഈ ക്യാരക്ടർ എടുക്കുമ്പോൾ ഒരുപാട് ആക്ടേഴ്സ് അത് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഗണേഷ് ഇവരിൽ നിന്ന് മാറി നിൽക്കുന്നത് വെച്ചാൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ലൈഫിനെ കുറിച്ച്. അപ്പോൾ ഐ തിങ്ക് രഞ്ജിത് ശങ്കറിൻ്റെ എല്ലാ സിനിമകൾക്കും അങ്ങനത്തെ ഒരു ഫ്ലേവർ ഉണ്ട്. ഡെഫിനറ്റായിട്ട് നിങ്ങൾ സിനിമ കാണാത്തൊരു സിനിമ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ എനിക്ക് ഉണ്ണി പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുവാണ്. ഇത്തരം ആളുകൾ പല സ്ഥലങ്ങളിലും മാറ്റി നിൽക്കേണ്ടതായി വരുന്നു. ഒരു തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നില്ല. അത് ഉണ്ണി പറഞ്ഞ ഭയങ്കര വാക്കാണ് ടോണി. അങ്ങനെ എത്രയോ ആളുകൾ ഇവർക്ക് വീൽ ചെയറുമായിട്ട് അവിടെ തിയേറ്ററിൽ പോയി ഒരു വീൽ ചെയർ വെക്കാനുള്ള സ്ഥലം പോലും കിട്ടുന്നില്ല. അല്ല, നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനും ഒരു സിനിമ ചെയ്തത് കൊണ്ടാണ് ഇത് തിരിച്ചറിയുന്നത്. അത് എൻ്റെ ഭാഗത്തും നമ്മുടെ എല്ലാവരുടെ ഭാഗത്തും ഒരു നമ്മുടെ മൈൻഡ് സെറ്റ് ശ്രദ്ധിക്കുന്നില്ല. അതെ അതെ, ഡെഫിനറ്റ്ലി. ഇപ്പോൾ നമ്മൾ UMF ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മൾ 100 വീൽ ചെയറുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ ഒട്ടും വീൽ ചെയർ ആക്സസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ വീൽ ചെയറിൻ്റെ തന്നെ പല ക്വാളിറ്റി വൈസ് ഉണ്ട്, കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് മിനിമം അങ്ങനെ ഒരു വീൽ ചെയർ പോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് അവരിലേക്ക് ഒരു 100 വീൽ ചെയർ എത്തിക്കാൻ നമ്മൾ ഓൾറെഡി ഒരു പരിപാടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് ഒരു സമൂഹം മൊത്തത്തിൽ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതല്ല. ഒരു സൊസൈറ്റി മുഴുവനും ഇത് മനസ്സിലാക്കി നമ്മുടെ കൂട്ടത്തിൽ ഒരു ആൾക്കാരുണ്ട്, അവരും നമ്മളെപ്പോലെ തന്നെ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കി അവരെ ഉൾപ്പെടുത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന്
ചെയ്യേണ്ടിയിരിക്കുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പക്ഷേ അഗെയിൻ ഒരു ഈ സിനിമയിലൂടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭയങ്കര ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുത്ത് അത് ഇംപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും അങ്ങനെ മാറ്റങ്ങൾ വരണം. ഉണ്ണി പറഞ്ഞ ആ വാക്ക് എനിക്ക് അത് ഓർമ്മയിൽ വന്നുകൊണ്ട് അത് മാറ്റങ്ങൾ വരണം. ഇവരും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു. TV വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. പല വീടുകളിലും ഇവരെയും കൊണ്ട് പോകാൻ പറ്റാത്ത കുടുംബമുണ്ട്. കാരണം പഴയ വീടുകളാണ് ഡോറിന് വലിപ്പം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റില്ല. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട് പണിയുമ്പോൾ ആദ്യം വീൽ ചെയർ കയറാനുള്ള ഡോറാണ് ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ പെങ്ങളുടെ മോനെ ഉള്ളിലേക്ക് കയറ്റാൻ. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ജീവിതങ്ങളുണ്ട്. അത് ഈ സിനിമ കൊണ്ട് തിരിച്ചറിയപ്പെടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഈ സിനിമ ഇനി റിലീസിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ജയ് ഗണേഷ് എന്നൊരു പേര് വന്നു, മാളികപ്പുറത്ത് നിന്ന് നേരെ ജയ് ഗണേഷ് എന്നൊരു പേര് വന്നപ്പോൾ അത് ഉണ്ണിച്ചിരി തുടങ്ങി. അങ്ങനെ കുറേ സംസാരങ്ങൾ വന്നു. എന്താണ് ഇങ്ങനെ മാറുന്നത്? എന്താണ് ജയ് ഗണേഷ് വിളിച്ചാൽ എന്താണ് കുഴപ്പം? ജയ് ഗണേഷ് വിളിച്ചാൽ കുഴപ്പമില്ല, ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ജയ് ഗണേഷിലേക്ക് തന്നെ വരാം. ജയ് ഗണേഷ് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ മിത്ത് വിവാദമൊക്കെ വന്നപ്പോൾ അനൗൺസ് ചെയ്യപ്പെട്ട സിനിമ ആയതുകൊണ്ട് ഉണ്ണി മുകുന്ദൻ ഹിന്ദുത്വ സംസാരിക്കാൻ വേണ്ടി ഒരു സിനിമ എടുക്കുന്നു എന്നായിരുന്നു അതിൻ്റെ ഒരു നെറേറ്റീവ്. എന്നാൽ രഞ്ജിത് ശങ്കർ ഇത് മാസങ്ങൾക്ക് മുന്നേ 5 മാസം മുന്നേക്കെ പുള്ളിയുടെ കമ്പനിയുടെ ത്രൂ ഈ സിനിമ ചെയ്യണമെന്ന് പുള്ളിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പിന്നെ എന്നിലേക്ക് എത്തുകയും ഞാനത് അനൗൺസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു കൂട്ടിക്കുഴച്ച് സെറ്റായി വന്നു തന്നെ പറയാം. എന്നാൽ ഈ സിനിമ അതാണോ ഇല്ലയെന്ന് ഞാനിപ്പോൾ പുറത്തു വിടുന്നില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ഇത്രയും വെയിറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഒരു ഏപ്രിൽ 11-ാം തീയതി സിനിമ വെയിറ്റ് ചെയ്യുമ്പോൾ കാണാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഞാൻ സിനിമകൾ ചെയ്യുന്നത് എൻ്റെ പ്രൊപ്പഗണ്ട സിനിമകളുടെ ആളായി മാറാൻ അല്ല. ബിക്കോസ് എന്നെ അല്ലെങ്കിൽ എൻ്റെ സിനിമയെക്കുറിച്ച് വന്ന സോ കോൾഡ് ചെറിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അതായത് ഈ സോഷ്യൽ മീഡിയയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ട് വർത്തമാനങ്ങളൊക്കെ ഈ സിനിമ റിലീസിന് ശേഷം സിനിമ കണ്ടവർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഒരു സിനിമ കണ്ടതിന് ശേഷം ശരിയാണ് ഇയാൾക്കെതിരെ വന്ന ഈ പ്രൊപ്പഗണ്ട സിനിമകളെന്ന് പറയുമ്പോൾ മേപ്പടിയാൻ ഒരു സാധാരണ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ കഥയായിരുന്നു. അതിൽ കുറച്ച് പേർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതിൽ സേവാഭാരതിയുടെ ആംബുലൻസ് എന്തുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത്. അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒന്ന്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ കൊറോണ ഉള്ള സമയത്ത് ഇവരാണ് നമുക്ക് നിങ്ങൾ ഉപയോഗിച്ചോളൂ, പ്രൈവറ്റ് ആംബുലൻസുകൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും രീതിയിൽ പേഷ്യൻ്റ് നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിങ്ങൊന്നും നോക്കില്ല, വണ്ടി എടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ആ സമയത്ത് പടം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. നമ്മളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഹായിച്ചതുകൊണ്ട് നമ്മളെ ഇവർക്ക് നന്ദിയും പറഞ്ഞു. ഇതൊരു ജെൻറ്റിൽമാൻ ആക്ടാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഇഷ്യൂ നമുക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് SDPI പോലത്തെ ആംബുലൻസുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് എല്ലാവർക്കും ഒരേ സ്ഥലത്ത് ജീവിക്കാൻ ഒരു അധികാരമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് അതിനെ ചുറ്റിപ്പറ്റി വരുന്ന വാർത്തകൾ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തില്ല, അതങ്ങനെ തന്നെ വിട്ടതാണ്. സെക്കൻഡ്, മാളികപ്പുറം ഒരു അഗെയിൻ എന്താ പറയുക ഭയങ്കര ഹിന്ദുത്വ അജണ്ട ഉള്ളൊരു സിനിമയായി മാറി. അതിൻ്റെ കഥ സിമ്പിളാണ്. ഒരു കൊച്ചു കല്ലു എന്ന് പറഞ്ഞ കുട്ടിക്ക് അയ്യപ്പനെ കാണണം. ഇത് പണ്ട് നന്ദനത്തിൽ വന്നിട്ടുണ്ട്. ബാലമണിക്ക് ഗുരുവായൂരപ്പനെ കാണണം. അന്ന് ഉണ്ടാവാത്തൊരു പ്രശ്നം ഇന്ന് എന്തുകൊണ്ട് ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് മേ ബി സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇന്ന് സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് ഉണ്ണിമുതൻ കുറച്ച് കേൾക്കേണ്ടി വന്നു. ഇതിൻ്റെ മുകളിൽ എനിക്കിതിലൊന്നും കാണുന്നില്ല. അതേപോലെ തന്നെ ഈ സിനിമകൾ റിലീസായതിനു ശേഷം ആരും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇപ്പോൾ എല്ലാവരും അയ്യോ ഒന്നുമില്ലല്ലോ. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ റിയാക്ഷൻ ഭയങ്കര ഇമ്മീഡിയറ്റ് ആണ്. പെട്ടെന്ന് സിനിമ കാണുന്ന അപ്പോൾ തന്നെ റിവ്യൂ ഇടുന്നു, സംസാരിക്കുന്നു. അപ്പോൾ പൊതുവേ പ്രൈമറി ഓഡിയൻസ് എന്ന് വെച്ചാൽ ഇത്തരം സിനിമകളുടെ ഒരു ഫാമിലി ഓഡിയൻസ്, അവരൊക്കെ ഈ സിനിമ കാണുന്നത് 2-ാമത്തെ ദിവസം, 3-ാമത്തെ, 4-ാമത്തെ അല്ലെങ്കിൽ ഒരു 10 ദിവസം. ഇപ്പോൾ മാളികപ്പുറം 100 ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമ. അപ്പോൾ 100-ാമത്തെ ദിവസം ഒരു കുടുംബം പോയി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ എവിടെയെങ്കിലും ഒരു നന്മ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഇത്രയും ഒരു വലിയ വിജയമാവണമെങ്കിൽ അത് ഒരു സമൂഹം മാത്രം അല്ലെങ്കിൽ ഇത്രയും ഒരു കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ മാത്രം കണ്ടുകൊണ്ട് സിനിമ വിജയിച്ചു അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഇതിൽ അഭിപ്രായങ്ങളുണ്ടാവും. ബട്ട് ഇതെല്ലാം സിനിമ ഇറങ്ങിയതിന് ശേഷം സിനിമ പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നുണ്ട്. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാം. അതേപോലെ തന്നെ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ അനൗൺസ് ചെയ്യപ്പെടുമ്പോൾ തന്നെ ഉണ്ണി മുകുന്ദനായതുകൊണ്ട് ജയഗണേഷ് പേര് വെച്ചു. ജയഗണേഷ് എന്തോ അല്ല, നിങ്ങൾ അറ്റ്ലീസ്റ്റ് വെയിറ്റ് ചെയ്യൂ സിനിമ റിലീസാവുന്നവരെ. ജനുവരി 1-ാം തീയതി മുതൽ
ഞാനിത് കേട്ടോണ്ടിരിക്കുക. ദാറ്റ് ഈസ് അപ്പോൾ April 11 റിലീസ്. അപ്പോൾ സിനിമ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സിനിമ റിലീസാവാത്തവരെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്, നമ്മൾ സിനിമ എടുക്കുന്നത് ഒബ്വിയസ്ലി ഓഡിയൻസിന് തിയേറ്ററിൽ പോയി കണ്ട് രസിക്കാനാണ്. അല്ലാതെ ആഴ്ചയിൽ ആൾക്കാർക്ക് സംശയം തോന്നി വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ സിനിമയുടെ കഥ ഇതാണ്, അതുകൊണ്ട് നിങ്ങൾ വിവാദം ഇല്ലാതാക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ കേട്ടോണ്ടിരിക്കാം. അടുത്തത് ഗന്ധർവയുണ്ട്. ഇത് ജയഗണേഷ് കഴിഞ്ഞിട്ട് ഗന്ധർവയായിട്ട് വരുമെന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു ഗന്ധർവൻ്റെ കഥയാണ്. അപ്പോൾ ഉണ്ണിമൂന്നൻ ഗന്ധർവനായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ബിക്കോസ് നമ്മളെന്തോ ഞാൻ കേട്ട കഥകളും സാഹചര്യങ്ങളും നമ്മുടെ ഒരു എല്ലാം ഇത്തരം കഥകൾക്ക് ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ എനിക്ക് രസമാണ് കേൾക്കാൻ. പക്ഷെ എന്ന് വെച്ചാൽ ജയഗണേഷ് എന്ത് കഥയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിൽ ഞാൻ ഗണപതിയായിട്ട് വരുന്നുണ്ടെന്ന് എന്നെ കളിയാക്കി പറയുന്നുണ്ട്. ചിലപ്പോൾ അയ്യപ്പനായിട്ട് വന്ന് ഞാൻ ഗണപതിയായിട്ട് വരും. അങ്ങനെ ആളുകൾ പല രീതിക്ക് പറയുന്നു. ഗന്ധർവൻ വരുമ്പോൾ ഇത് തന്നെ ആയിരിക്കും. ഗന്ധർവനുണ്ട്. പിന്നെ തമിഴിൽ വരാൻ പോകുന്ന പടത്തിന്റെ പേര് ഗരുഡൻ എന്നാണ്. അല്ല, ഇപ്പൊ ഗരുഡൻ സുരേഷ് ഗോപിയുടെ ഇറങ്ങിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു തോന്നുള്ളൂ. എനിക്കറിയാം ഇത് ഉണ്ണി വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അല്ല, എനിക്ക് ഞാൻ ഈ പറഞ്ഞ മാളികപ്പുറം കണ്ട ഒരാളാണ്. ഞാൻ മാളികപ്പുറം കണ്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്തതാണ്. എന്താണ് ഇതിനകത്തുള്ളതെന്ന് എൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാനൊരു മുസ്ലിമാണ്, അല്ലേ, ഞാനൊരു മുസ്ലിം എന്ന് പറയുന്നു, അല്ല, ഞാൻ അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് ഈ സിനിമയിലുള്ളത്, എവിടെയാണ് ഒരു അയ്യപ്പനെ കാണാൻ ഒരു കുട്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു, അത് അങ്ങനെ ഒരു സിനിമ, ഇതിലെന്തിനാണ് ജാതി പറയുന്നതെന്ന് ഞാൻ പോസ്റ്റ് ഇട്ടപ്പം എന്നെയും കയറി മെഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉണ്ണീനെ കയറി സോഷ്യൽ മീഡിയ മാന്തിയിൽ അത്ഭുതം, എന്നെയും കയറി മാന്തിയിട്ടുണ്ട് ആവശ്യമുണ്ട്. അല്ല, എനിക്ക് സങ്കടം ഉണ്ടായത് എൻ്റെ ഇതിൽ കൃത്യമായിട്ട് ഞാൻ പറയാം. ഇതിൽ കുറച്ച് ആൾക്കാർ വളച്ചൊടിച്ച് കാര്യങ്ങൾ മാറ്റി കൊണ്ടുപോകും. എന്ന് വെച്ചാൽ ഒരു സിനിമ റിവ്യൂ ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഉണ്ണിമൂന്നിന്. അതിൻ്റെ പേരിൽ ആൾക്കാരെ വിളിച്ച് തെറി പറയുന്നു, ആൾക്കാരെ ജോലി കളയുന്നു. ഇതൊന്നുമല്ല സംഭവിച്ചത്. ഒരു സിനിമയ്ക്ക് ഒരു റിവ്യൂ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ധാരാളം, നിങ്ങൾക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു റിവ്യൂ മതി. അത് നല്ലതാണ്, ചീത്തയാണ്, നമ്മൾ സ്വീകരിക്കും. ഞാൻ എൻ്റെ ഇപ്പോൾ 12 വർഷമായി. അപ്പോൾ ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമില്ല. എനിക്ക് റിവ്യൂ വരണം. റിവ്യൂ വന്നാലാണ് നമുക്ക് നല്ലത് എന്താണ് ചീത്ത എന്താണ് മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, ഇതിൽ തർക്കമൊന്നുമില്ല. പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ ഈ വ്യക്തിപരമായിട്ട്, ദാറ്റ് ഈസ് നിങ്ങൾക്കിത് വിടാണ്ട് ഇത് ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ആശയത്തിനോടൊരു എതിർപ്പുള്ളതുകൊണ്ട് നിങ്ങൾ വ്യക്തിഹത്യ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ ഒരാളെ താഴ്ത്തി സംസാരിക്കുക, അയാളുടെ ആചാരങ്ങൾ, അയാളുടെ വിശ്വാസങ്ങൾ എല്ലാം മോശപ്പെട്ട രീതിയിലാക്കി സംസാരിക്കുമ്പോൾ എനിക്കുണ്ടായ പ്രോബ്ലം വെച്ചാൽ ആ കുട്ടീനെ വിറ്റ്, മതത്തെ വിറ്റ് കാശുണ്ടാക്കുന്നു. ഞാൻ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണോ? നിങ്ങൾക്ക് ഒരിക്കലും അല്ലല്ലോ. ആ പടത്തിലെ തിരക്കഥ എൻ്റെയാണോ? അല്ല. ഡയറക്ടർ ഞാനല്ല. ഞാൻ ഫസ്റ്റ് ഹാഫിൽ അഭിനയിച്ചില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും പിന്മാറാൻ നിൽക്കില്ല. ഞാൻ എന്തിനാണ് ഇത് ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ അതെൻ്റെ സിനിമയാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ്. ആ കുട്ടികളുടെ ഒപ്പം ഒരു 10-60 ദിവസം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു കുട്ടീനെ വിറ്റ് കാശുണ്ടാക്കി ഉണ്ണിമൂന്നെന്ന് പറയുമ്പോൾ കേൾക്കാൻ ഞാൻ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെയാണ്. ശരിയാണ്, ഞാനിപ്പോൾ സിനിമകൾ ചെയ്തു, ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നു, നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലെ സമൂഹം അല്ലെങ്കിൽ സിനിമ കണ്ട ആൾക്കാർ എന്നെ വളർത്തിയതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ വന്ന രീതിയും ഇത് ഞാനങ്ങനെ കേട്ടിട്ടില്ല. ഇങ്ങനത്തെ വർത്തമാനങ്ങൾ എനിക്ക് പുതിയതായിരുന്നു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിനിമ ചെയ്തതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. കേട്ടതിന് ശേഷം ഇങ്ങനത്തെ ആൾക്കാർ വെറുതെ വിടാനും നമുക്കറിയില്ല. സാധാരണ രീതിയിൽ പറയാണ്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അവർ അരി മേടിക്കാനും മണ്ണെണ്ണ മേടിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബും അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് മനസ്സിലായപ്പോൾ എനിക്ക് അങ്ങോട്ട് സഹതാപം തോന്നി. നമ്മൾ ഈ ചാടി കയറി ഇത്രയും ഒച്ചപ്പാട് വെച്ചത് ഒരു പാവപ്പെട്ടവൻ അരി മേടിക്കാനുള്ള പൊട്ടിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ അത് ഭയങ്കര ഒരു ഡെഫിനറ്റ്ലി എൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കര ഒരു വൈൽഡ് റിയാക്ഷൻ ആയിരുന്നു. തെറ്റൊന്നും പറയുന്നില്ല, പക്ഷേ നമ്മൾ ഡീൽ ചെയ്ത രീതി അത് പിന്നീട് അപ്പോൾ എനിക്ക് കറക്റ്റായി തോന്നി, ഇന്നും കറക്റ്റായി തോന്നി. പക്ഷേ ഞാൻ പിന്നീട് ഇയാളുടെ വേർഷൻ ഉണ്ടല്ലോ, ഞാനിങ്ങനെ അരി മേടിക്കാനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവരുടെ വീട്ടിൽ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ട്. ഈ അരി കൊണ്ട് അവരെല്ലാവരും ഊണ് കഴിച്ച് കാണും. അപ്പോൾ എന്നിലൂടെ അങ്ങനെ ഒരു കുടുംബത്തിന് അരി മേടിക്കാൻ പറ്റിയിട്ട് അവരുടെ വിശപ്പ് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് ഇത് ആവർത്തിക്കരുത്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ പറയുന്നത് സിനിമയായിട്ട് കാണും. സിനിമയിൽ നിങ്ങൾ വ്യാഖ്യാനങ്ങൾ കണ്ടെത്താൻ പോകണ്ട. ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാനൊന്നും ഞാൻ സിനിമ എടുക്കാൻ പോകുന്നില്ല. ബിക്കോസ് എനിക്ക് ഫസ്റ്റ് ഓൾ അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഇല്ല. സെക്കൻഡ്, ഞാൻ സിനിമ എടുക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ 1000-2000 ഇന്നൊരു കുടുംബം സിനിമ കാണാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 2000 രൂപയെങ്കിലും അവർക്ക് ചിലവാകും. 3 മണിക്കൂർ സമയം.
ഭക്ഷണം. അപ്പോൾ ഒരു സാധാരണ ഒരു വീട്ടിലൊരു അച്ഛൻ ഫാമിലിനെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇത്രയും സമയം പൈസയുണ്ട്. ഞാൻ അവരെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുന്നത്. അവർക്കൊരു നല്ല അനുഭവം ഉണ്ടായിരിക്കണം. ഒരു ലീവ് ദിവസം ഉണ്ണിമുകുന്ദൻ്റെ സിനിമ കാണാൻ പോയപ്പോൾ ഗംഭീര സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു. അത് അവർ സംസാരിച്ച ഇതിൻ്റെ മുകളിൽ അവരുടെ തലയിൽ ഞാനൊരു എൻ്റെ ഒരു അജണ്ട കുത്തിക്കയറ്റാൻ ഞാൻ നോക്കുന്നില്ല. നിങ്ങളും ദയവ് ചെയ്ത് സിനിമയായിട്ട് ചെയ്യൂ. റിവ്യൂ എടുക്കണമെങ്കിൽ റിവ്യൂ എടുത്തോളൂ, അതൊന്നും കുഴപ്പമില്ല. ബട്ട് ഡോണ്ട് ഗെറ്റ് പേഴ്സണൽ, വേറെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അവരെങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും നമ്മളും കുറച്ച് ഇൻസെൻസിറ്റീവായി. ഞാൻ പെട്ടെന്ന് നമുക്കൊരു പുതിയ സാധനം കിട്ടിയപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോൾ ശരി ആയിക്കോട്ടെ, ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇനിയിപ്പോൾ ജീവിക്കാൻ വേണ്ടി ഞാനും സിനിമ ചെയ്യുന്നത്. ജീവിക്കാൻ വേണ്ടി ചിലപ്പോൾ പുള്ളി ഈ ഒരാളുടെ പേര് വെച്ചിട്ട് 4 ഹാഷ്ടാഗ് വെച്ചിട്ട് അടുപ്പിച്ച് റിവ്യൂ ഇട്ട്, അല്ലെങ്കിൽ റിവ്യൂയുടെ മറവിൽ അയാൾക്ക് പറയേണ്ട ചില പൊളിറ്റിക്കൽ ആശയങ്ങൾ പുള്ളി പങ്കുവയ്ക്കുമ്പോൾ അതിലൊരു മോണിറ്റൈസേഷൻ എന്ന പരിപാടി ഉണ്ടാവും. അതിൻ്റെ പേരിൽ കുറച്ച് പൈസ കിട്ടുന്നുണ്ടാവും. എന്നാൽ പിന്നെ അങ്ങനെ ജീവിച്ചു പോട്ടെ എന്ന് ഞാനും പോയി. എനിക്ക് സത്യത്തിൽ ഇടയ്ക്ക് കുറച്ച് ഭയങ്കര ഇതുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിലെൻ്റെ അമ്മ ചോദിച്ചു, ഉണ്ണിക്ക് വേറെ ഒരു പണിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനങ്ങ് ആകെ ഇതായിപ്പോയി. അതായത് ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള കാര്യം ചെയ്യും. പിന്നെ എല്ലാവർക്കും ഉണ്ണീനെ ഇഷ്ടപ്പെടണമെന്ന് ഉണ്ണിക്ക് ഭാഷ പഠിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഭാഗത്തൊരു ന്യായം ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോവുക. ബിക്കോസ് ആസ് ലോങ് ആസ് ഉണ്ണിയുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ണിയോട് എതിർപ്പ് വരാത്തവരെ എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഐ തിങ്ക് എനിക്ക് കുറച്ച് പീസ് ഓഫ് മൈൻഡ് കിട്ടി. ശരിയാണ്, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഈ ബഹളം ഒച്ചപ്പാടും വയ്ക്കുന്നത്. ഞാൻ പേഴ്സണലി കുട്ടികളുമായിട്ട് കുറച്ച് അറ്റാച്ച് ആയിപ്പോയി, കാട്ടിലുമൊക്കെ പോയപ്പോൾ. അപ്പോൾ ഈ കുട്ടികളെ ഇങ്ങനെ പറയുന്നു, എൻ്റെ ഉണ്ണി വളർന്ന സാഹചര്യം ഇങ്ങനെയാണെന്ന്. അപ്പോൾ എൻ്റെ അമ്മ പറയും, നിനക്ക് ഞങ്ങളെ പറഞ്ഞു വളഞ്ഞ വഴിക്ക് അച്ഛനെ അമ്മേനെ ആ പയ്യൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇത്ര ഒച്ചപ്പാടുണ്ടാക്കിയത്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു, ഇപ്പോൾ ഓക്കെയാണെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുന്നത്, ഒരച്ഛനും കുഴപ്പമില്ല, പിന്നെ നമുക്കെന്ത് കുഴപ്പം, എന്നാൽ ശരി വെച്ചു. അല്ല, അത് ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയാണ് അതിനകത്ത് ഇടപെട്ട് സംസാരിച്ചത് മനസ്സിലായി. അവർ തന്നെ ഉണ്ണി എന്താണ് പറയുന്നത്, വേണ്ട ഉണ്ണി മോനെ വേണ്ട എന്നുള്ള രീതിക്കാണ് അവരുടെ മൈൻഡ് എന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അവരൊന്നും ഞാൻ പഴയ ആളുകള് ഇതൊക്കെ കണ്ടു വളർന്നവരല്ല. അവരൊക്കെ ഒരു ഉണ്ണി എന്ന് പറഞ്ഞാൽ മോനെയാണ് അവർ കാണുന്നത്, അല്ലേ? എന്തിനാണ് മോൻ നമുക്ക് വേണ്ടി വളഞ്ഞ വഴിയിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിളിച്ച് എന്തിനാണ് മോൻ അങ്ങനെ പോകുന്നത്, അവരുടെ ചിന്താഗതി വലുതാണ്. ബിക്കോസ് ഞാൻ പിന്നീട് മനസ്സിലായി, ശരിയാണ്, ഞാൻ ഈ ഒച്ചപ്പാടും ബഹളം വെച്ചപ്പോൾ ആരെങ്കിലൊക്കെ അവരോടും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇവനെ നിങ്ങളുടെ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന്. അവർ വിഷമമായി കാണും. കറങ്ങി തിരിഞ്ഞ് അവർ നോക്കുമ്പോൾ ഞാൻ ഈ ആവർത്തിച്ച് പറയുന്നത് എനിക്കങ്ങനെ തോന്നിയെന്നാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞു, എടാ ഞങ്ങൾക്കൊന്നും തോന്നിയില്ല, നീ വിട്ടേക്കെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാൻ പറയും, എല്ലാം വെറുതെ പോയാലും മറ്റേ ബിൽഡപ്പൊക്കെ. പിന്നെ ഞാനും എന്നോട് പറയാം, ഞാനും ആ പയ്യൻ്റെ വീഡിയോ കണ്ടു, അരി മേടിക്കണം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പ്രാന്തായി. എന്നാ പിന്നെ അരി മേടിച്ച് തുറക്കുന്നു, എന്തൊക്കെയാ ആയിക്കോട്ടെ. ഈ ട്രോളുകളൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര സത്യത്തിൽ ഞാൻ വേറെ ഏതോ മനുഷ്യനാണ്. എന്നാൽ എനിക്കിപ്പോൾ എന്താ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി പോലെ ആയിട്ടാണ് എനിക്ക് എന്നെക്കുറിച്ച് തോന്നുന്നത്. ബിക്കോസ് ഞാൻ ഈ ട്രോളും ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വേറെ രീതിയിൽ ജീവിക്കുന്ന ആളായിരുന്നു. ഒരു സുപ്രഭാതത്തിലാണ് എല്ലാം പൊട്ടിത്തെറിയായിപ്പോയി, എല്ലാം തിരിഞ്ഞു പോയെന്ന് വെച്ചാൽ ആൾക്കാർ അവരുടെ പൊളിറ്റിക്സ് എന്നിലേക്ക് അടിച്ചേൽപ്പിച്ചതാണ്. എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിനും ഞാൻ നിന്ന് കൊടുക്കില്ല. നമുക്കത് അങ്ങനത്തെ ഒരു ശീലമില്ല. എനിക്കറിയാം, ഒരു സിനിമ നടനായാൽ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല നടക്കുക, അതാണ് നല്ലത്, സേഫ്റ്റാണ്. ഞാൻ പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ മേ ബി കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് മാറിപ്പോയി. ഞാൻ സിനിമയിൽ വന്നിട്ട് ഈ ആൾക്കാർ മാറിപ്പോകുന്നത് വെറുതെ ഒന്നുമില്ല. ബിക്കോസ് അനുഭവങ്ങൾ അങ്ങനെയാണ്. അതായത് ഒരാൾ ഇങ്ങനെ ഇയാൾ പണ്ട് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ആയിപ്പോയി. ഞാൻ റിലേറ്റ്, അയാൾ എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് വെച്ചാൽ അയാളുടേതായ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണും. ഞാനൊരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളൊന്നുമില്ല. അപ്പോൾ എനിക്ക് സിനിമയിൽ വന്നിട്ട് എൻ്റെ സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ പാടുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പാടുമോ, അല്ലെങ്കിൽ 10 പേരോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും വലിയ പരാജയം, ഞാൻ സിനിമയിൽ കയറിയ ദിവസം എങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഈ അടുത്തായിട്ട് ഞാൻ കുറച്ച് സിനിമ ആസ് എ ബിസിനസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ സിനിമ എൻ്റെ 3ാമത്തെ പ്രൊഡക്ഷനാണിത്. എനിക്ക് വളരെ ക്വാളിറ്റി കൺട്രോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു സിനിമ മിനിമം ക്വാളിറ്റിയിൽ എങ്ങനെ എടുക്കണമെന്ന്, നല്ല ടെക്നീഷ്യൻസ് വെച്ച് സിനിമ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ സിനിമ നല്ല രീതി. ഇപ്പോൾ മാളികപ്പുറം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ അല്ലെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ ഈ സിനിമയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ഭയങ്കര ഡിവോട്ടഡ് ആയിരുന്നു സിനിമയിൽ.
ജയഗണേഷിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ജയഗണേഷ് ഞാൻ രഞ്ജിത് ശങ്കറായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോ പ്രൊഡക്ഷൻ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും എന്ന ടേംസിലാണ് നമ്മൾ കോ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇന്ന് പടം നല്ല രീതിയിൽ എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നും. അത് വേറെ എൻ്റെ സിനിമയെ കൊണ്ടുള്ള ഇഷ്ടമാണ്. ഞാൻ സിനിമയിൽ വന്ന് സമ്പാദിച്ച കാര്യങ്ങൾ സിനിമയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ആളാണ്. നമ്മളെങ്ങും കൊണ്ടുപോയിട്ടില്ല. ഞാനെങ്ങും കൊണ്ടുപോയിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, എനിക്ക് ഭയങ്കര ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം എന്നൊന്നും അങ്ങനെ വാശിയൊന്നുമില്ല. ദൈവം എനിക്ക് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും 10 ഇരട്ടി കൂടുതൽ തന്നിട്ട് ഇനി തരാൻ പോകുന്നേ ഉള്ളൂ 11-ാം തീയതി. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ലൈഫിനെ കുറിച്ച് ഭയങ്കര പോസിറ്റീവാണ്. ഇതിൻ്റെ ഇടയിൽ വന്ന ചില കാര്യങ്ങൾ, നമ്മൾ കുറച്ച് വളർന്ന സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ചില വീട്ടുകളുണ്ടാവില്ല, ചില വീട്ടിലിങ്ങനെ ചില കുട്ടികളിങ്ങനെ വളർത്തില്ല, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ഐ തിങ്ക് കുറച്ച് സെൻസിറ്റീവാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ എണ്ണത്തിൽ കൂടുതലാണെന്ന് വെച്ചിട്ട് ഞാനത് മാറ്റി പറയൂല, മനസ്സിലായോ? അത് ചില എത്തിക്കൽ പ്രശ്നങ്ങളാണ്. അത് പിന്നെ നമ്മൾ ഒരു 4-5 സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാരക്ടർ മാറ്റാന്ന് പറഞ്ഞാൽ ഇത് ടൂ മച്ചാ. അതെ, അത് നടക്കുന്ന കാര്യമല്ല, അത് കൃത്യമാണ്. ഈ പറഞ്ഞതുപോലെ ഇപ്പം എത്ര വിവാഹം കഴിച്ചു? ഞാൻ പെട്ടെന്ന് പിടിച്ചു. ഇത് പുതിയ ഞാൻ അറിയാത്തൊരു എത്ര വിവാഹം കഴിച്ചു സോഷ്യൽ മീഡിയയിൽ വിവാഹങ്ങൾ? അല്ല, ഈ സോഷ്യൽ മീഡിയ ആണ് ഉണ്ണിയുടെ കല്യാണം മൊത്തം നടത്തിയിരിക്കുന്നത്. ഇപ്പം അച്ഛനും അമ്മ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരറിയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നു, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ കാണുമ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിലെ ഒരു വേറൊരു സ്വഭാവം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കോണ്ടൻറ്റ് വന്നാൽ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് മീഡിയാസ് ഉണ്ട്. അപ്പോൾ അവർ അടിച്ചു വിടുന്നുണ്ടാവും. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്കതെല്ലാം എല്ലാം ഓക്കെയാണ്, സത്യത്തിൽ എനിക്ക് എല്ലാം ഓക്കെയാണ്. ചില സമയത്ത് നമുക്ക് പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഇത് കാണിക്കുമ്പോൾ ഒരു വേറെ പണിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് റിയാക്ട് ചെയ്യും. പിന്നെ 5 മിനിറ്റിൽ ഞാൻ ചിരിച്ച് വിടുകയും ചെയ്യും. സോ അതിന് മുകളിൽ ഒന്നുമില്ല എന്നാണ് വേറെ. അല്ല, അത്തരം വാർത്തകൾ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഇരിക്കുമ്പോൾ അത് കാണാം, അപ്പോഴായിരിക്കും നമ്മളൊന്ന് പൊട്ടിത്തെറിക്കുക, റിയാക്ട് ചെയ്യുക. പിന്നീട് അത് വിടും അല്ലേ? ഞാൻ വിടും, ഞാനൊന്നും മനസ്സിലാക്കാറില്ല. പിന്നീട് അതിൽ നിന്നും ആരോടും ഒരു ഞാനിപ്പോൾ ഇത്രയും കാര്യം പിന്നെ റിപ്പീറ്റ് അടിച്ചെന്താ അറിയോ, ഞാനിപ്പോൾ 1 വർഷം കഴിഞ്ഞാണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ വരുന്നത്. ഈ ഒരു സിനിമ റിലീസ് ആകുമ്പോൾ ഐ ഫീൽ ദാറ്റ് ഞാൻ ആ സിനിമ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. ബിക്കോസ് ഞാൻ പറയുന്നു, ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് സിനിമ ചെയ്യുന്ന ആളാണ്. മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ബിസിയാണ്. അപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് അറിയിച്ചു കൊടുക്കണം. ബിക്കോസ് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, 10-15 കോടി ഇൻവെസ്റ്റ് ചെയ്ത സിനിമയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം പ്രൊമോഷൻ കൊടുത്ത് സിനിമയിൽ ആൾക്കാർ വരണം. ഇത് ഒരു ക്ഷണം പോലെയാണ് വന്ന് സിനിമ കാണുന്നത്. ഇതൊരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പഴയ കാര്യങ്ങൾ ഇപ്പോൾ അല്ല, ഇപ്പോഴാണ് ഉണ്ണിയെ കിട്ടുന്നത്. അറിയാനും താല്പര്യമുണ്ട്. എന്തുകൊണ്ട് ഉണ്ണി വന്നിട്ടൊന്നും ചോദിക്കുന്നില്ല എന്ന് പറയല്ലോ. ഉണ്ണി തന്നെ സ്വയം പറയാനും തയ്യാറാവുന്നതുകൊണ്ടാണ് ചോദിച്ചത്. ഇലക്ഷൻ മത്സരിക്കാൻ ആരെങ്കിലും സമീപിച്ചിരുന്നു? സത്യസന്ധമായിട്ട് ചോദ്യം, ആരെങ്കിലും സമീപിച്ചിരുന്നു? ആരും സമീപിച്ചിട്ടില്ല. ഇല്ല. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയാവും എന്നൊക്കെ പറഞ്ഞൊരു എൻ്റെ കല്യാണ വാർത്ത പോലെയായിരുന്നു. കല്യാണ വാർത്ത പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആഘോഷം ഉണ്ടായി. പക്ഷേ ഒന്ന് ചോദിക്കാൻ വന്ന നമ്മുടെ പയ്യനെ വിളിച്ചുകൊണ്ട് മാറ്റി എടുത്തു, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതും പിന്നീട് ട്രോളായി. അത് ട്രോളല്ല, അവിടെ നിന്നാണ് വാർത്തകൾ. അപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ മീഡിയ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് മനസ്സിലായത്. ആ പയ്യൻ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്ന സ്ഥാനത്ത് ചോദിക്കുന്ന ചോദ്യമായിരുന്നു. ഞാനൊന്ന് മാറ്റി നിർത്തി പറഞ്ഞപ്പോൾ പിന്നെ അടുത്തത് വാർത്തകൾ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെന്തപ്പോൾ ചെയ്യുക, നമുക്ക് 2 രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ദാറ്റ് ഈസ് ഈതർ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു രീതിയിൽ മൈൻഡ് ചെയ്യാതെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് വിടാം, 1. 2 മര്യാദയുടെ പുറത്ത് എനിക്ക് മറുപടി പറയാം. ഈ 2ലും പണിയാണ് നമുക്ക്. ദാറ്റ് ഈസ് ഒരു ചോദ്യം ചോദിച്ചു മറുപടി പറയാൻ പറ്റാത്ത എന്താ പറയുക നടൻ. അതെ, ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മീഡിയ കൃത്യമായിട്ട് തന്നെ ഇന്നതാണ് ചോദ്യം, ഇന്നത് മറുപടി എന്ന് പറഞ്ഞു. ഒരു ടൈപ്പ് മീഡിയ മറ്റേ ക്ലിക്ക് ബൈറ്റ് പറഞ്ഞിട്ട് വേറെ ഈ ക്ലിക്ക് ബൈറ്റിൽ കയറിപ്പോയ സാധനമായിരുന്നു അത്. പിന്നെ ആ പയ്യനും അരി മേടിക്കാനായിരിക്കും ചെയ്യുന്നത്. പിന്നെ നോക്കുമ്പോൾ എല്ലാവർക്കും അരി തന്നെ പ്രശ്നം. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സന്ദർഭം ഏതായിരിക്കും ജീവിതത്തിൽ? എനിക്ക് മാളികപ്പുറം സമയത്തുണ്ടായ ഒരു ഇത് ആണ് എന്നെ കുറച്ചിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തത്. ഞാൻ ഇല്ലയെന്ന് പറയില്ല. ബിക്കോസ് നമ്മൾ അങ്ങനത്തെ ഒരു ഐ ജസ്റ്റ് ഫെൽറ്റ് ഞാൻ അങ്ങനെ ഒരാളല്ല. അപ്പോൾ ഒരു ഭയങ്കര എൻ്റെ കൺട്രോൾ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയ സംഭവമായിട്ട് തോന്നി. ഞാൻ പൊതുവേ ഇങ്ങനെ കുറച്ചിങ്ങനെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നീട് ഞാൻ മനസ്സിലായി ഒരാൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തെറ്റൊന്നുമില്ല എന്ന് വിചാരിച്ചു ആ ടൈം. അപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചു ശരി നമ്മുടെ ജോലി എന്താ, നമ്മുടെ ജോലി നല്ല കഥകൾ കണ്ടെത്തുക, നല്ല ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുക,
ഇപ്പോൾ ഞാൻ സിനിമ 23-ൽ സിനിമ ചെയ്തില്ലെങ്കിലും റിലീസ് വന്നില്ലെങ്കിലും ഞാൻ ജയഗണേഷ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു, ഡിസ്ട്രിബ്യൂഷനിൽ ഇറക്കി. പിന്നെ ഗെറ്റ്സ് ഇറ്റ് ബേബി എന്ന് പറഞ്ഞ ഒരു IVF ഡോക്ടറായിട്ട് ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ പടം കഴിഞ്ഞാൽ അടുത്ത ആ പടത്തിൻ്റെ പ്രൊമോഷൻ ആയിരിക്കും. പിന്നെ തമിഴിൽ വെട്രിമാരൻ സാറും പിന്നെ ദുരൈ സെന്തിൽ എന്ന് പറയുന്ന ഡയറക്ടർ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡയറക്ടറാണ്. പുള്ളിയുടെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. തമിഴിൽ 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു സിനിമ ചെയ്യുന്നത്. ഗംഭീര പടമാണത്. അത് റിലീസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നു. ഗന്ധർവയുടെ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ് ഗന്ധർവൻ. അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഞാനിപ്പോൾ 3-ാം തീയതി മാർക്കോ ജൂനിയർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ സ്പിൻ ഓഫ് സിനിമ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഐ തിങ്ക് മലയാളത്തിലെ ഏറ്റവും വലിയൊരു ആക്ഷൻ എൻ്റർടൈനർ സിനിമയായിരിക്കും വരാൻ പോകുന്നത്. ഇത്രയും വർക്ക് വൈസ് ഞാൻ ബിസി ആയിരുന്നു. ഞാൻ റിലീസ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ബിക്കോസ് എനിക്ക് എൻ്റെ എനിക്ക് അഗെയിൻ നമ്മൾ ഈ പറയുന്ന പോലെ പൈസയാണ് എല്ലാമെങ്കിൽ നമുക്ക് ഒരു ഹിറ്റ് പടത്തിന് ശേഷം നിങ്ങൾക്കറിയാം സിനിമയുടെ സ്വഭാവം എന്താണ്. അടുപ്പിച്ച് നമുക്ക് സിനിമകൾ അടിച്ചു വിടാം. ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ ആയിട്ടുമില്ല. എന്നാൽ നല്ല സിനിമകൾ തന്നെ ചെയ്യണമെന്നൊരു ഒരു തോട്ട് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ പറയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുമ്പോഴും ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഞാൻ എക്സസൈസ് ചെയ്യാറ്. ഈ അടുത്തായിട്ട് ഇത്രയും എക്സസൈസ് ചെയ്ത സമയമില്ല. ബിക്കോസ് നമുക്ക് ഈ ദേഷ്യവും നമ്മുടെ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് നേരെ ജിമ്മിൽ അപ്പോൾ ഇപ്പോൾ ഭയങ്കര മസിലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെ. എൻ്റെ ഏറ്റവും നല്ല ഇപ്പോൾ ആൾക്കാർ പറയില്ലേ ഉണ്ണി ഇത്തവണ കാണാൻ ഭയങ്കര മസിലുണ്ട്. ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ബോഡീനെ അല്ലെങ്കിൽ എൻ്റെ മൈൻഡിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്. ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുമ്പോൾ അത്രയധികം എക്സസൈസ് ചെയ്യുക. ടെൻഷനൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കും എന്നെ കുറച്ച് ഒരു പൊട്ടിക്ക് വണ്ണമൊക്കെ വെക്കുന്നത് വലിയ റിലാക്സസ് ഒക്കെ ആയിട്ട് നടക്കുമ്പോഴാണ്. ടെൻഷൻ കൂടുന്തോറും എക്സസൈസ് അടിച്ചുകൊണ്ടിരിക്കും. ഉണ്ണിനെ ഒരു രാഷ്ട്രീയ ബേസിൽ മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല, ഒരു വലിയ ടെൻഷൻ. ബിക്കോസ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യമൊന്നുമില്ല. ഒരിക്കലും അല്ല. ബിക്കോസ് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആരാണെങ്കിലും, അതായത് ഏത് പാർട്ടിയാണെങ്കിലും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, BJP, വേറെ പോപ്പുലർ ഏത് പാർട്ടിയാണെങ്കിലും എനിക്കിതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരോടും എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ പാർട്ടിക്കും ഓരോ ഐഡിയോളജി ഉണ്ടാവുമല്ലോ. ഇന്ന ഐഡിയോളജി പ്രകാരം മുന്നോട്ട് പോയാലാണ് രാജ്യം നന്നാവുള്ളൂ എന്ന് ഇവർ വിചാരിക്കുന്നുണ്ടാവും. എനിക്കും അങ്ങനെയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് നാഷണലിസ്റ്റ് ഐഡിയോളജിയാണ്. രാജ്യത്തിന് വേണ്ടി ആര് സംസാരിച്ചാലും നമ്മൾ അവരുടെ കൂടെയാണ്. ഇതാണ് എനിക്ക് രാജ്യം കഴിഞ്ഞിട്ടുള്ളൂ എല്ലാം. അപ്പോൾ കുട്ടിക്കാലം മുതൽ നമ്മൾ അങ്ങനെ ചിന്തിച്ച് വളർന്നുകൊണ്ട് ഞാൻ അങ്ങനെ പോകാൻ ആഗ്രഹം. ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ പ്രധാനമന്ത്രി ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് രാജ്യത്തിൻ്റെ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കുട്ടികളോട് പറയുന്നുണ്ടോ നീ വലുതായിട്ട് പ്രധാനമന്ത്രിയാവണമെന്ന്? പറയാറ്. എന്തുകൊണ്ട് പറയാറില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് പറയുന്നത്? രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ ഇന്ത്യ അയാൾ കൺട്രോൾ ചെയ്യാണ്. അതേപോലെ ആ പൊസിഷനെ കുറിച്ച് ഇന്നല്ല എന്തുകൊണ്ട് നമ്മളിങ്ങനെ പറയുന്നില്ല? ബിക്കോസ് എളുപ്പമല്ല അത്. അപ്പോൾ അങ്ങനെ എളുപ്പമില്ലാത്തൊരു ഒരു കാര്യം ചെയ്യാൻ നമ്മൾ വീട്ടിലെ കുട്ടികളോട് പോലും പറയാറില്ല. ആ സമയത്ത് എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ചിലപ്പോൾ ഉണ്ണിമുഖനെ പോലെ ഒരാൾക്ക് അങ്ങനെ പറ്റുവാണെങ്കിൽ അങ്ങനെ പറയും. ഞാനത് കോംപ്ലിമെൻ്റായിട്ട് എടുക്കുന്നത് കേട്ടോ. മനസ്സിലായി. ഞാനിത് ഒരിക്കലും അയ്യോ എന്നെ പൊളിറ്റിക്സിലേക്ക് കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പേടിച്ചിട്ട് സൈഡിൽ പോയിരിക്കുന്ന ആളല്ല. ഞാൻ വിചാരിച്ചു ഇത്രയും പേർക്ക് വിശ്വാസം ഉണ്ടല്ലോ എന്നെക്കൊണ്ട് ഇത് പറ്റുന്നു. ഞാൻ ലൈഫിനെ വേറെ രീതിയിൽ കാണുന്ന ആളാണ്. അതുകൊണ്ട് എന്നെക്കുറിച്ച് മുദ്രകുത്തി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പോസിറ്റീവായിട്ട് ഒരു കോംപ്ലിമെൻ്റായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ടെൻഷൻ ഇത്രയും ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ, ലൈക്ക് പിണറായി വിജയൻ സാർ, ഇവരെല്ലാവരും ഹൂഎവർ ഇറ്റ് ഈസ്. ഞാൻ പറയുന്നപ്പോൾ ഷാഫിഖ് എൻ്റെ അടുത്ത സുഹൃത്താണ്, ചെറുപ്പക്കാരാണ്. ഞാനെപ്പോഴും സംസാരിക്കുന്നത് ഷാഫി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് പറ്റുന്നില്ലല്ലോ. എനിക്ക് പറ്റാത്ത കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് ചർച്ച ചെയ്യപ്പെടുന്നതൊന്നും തെറ്റായ കാര്യങ്ങളല്ല. സാധാരണ ഒരു ചെറുപ്പക്കാരൻ പൊളിറ്റിക്കലി അവെയർ ആയിരിക്കണം, നോട്ട് നെസസറിലി ആക്റ്റീവ് ആയിരിക്കണം. രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പൊളിറ്റിക്കലി അവെയറാണ്. എൻ്റെ ചുറ്റുവട്ടത്ത് എന്ത് നടക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ അതിൽ ഇടപെടുന്നില്ല എന്നേ ഉള്ളൂ. അതേപോലെ നിങ്ങൾക്കും കൃത്യമായ പൊളിറ്റിക്സ് തീർച്ചയായിട്ടും പേപ്പർ വായിക്കുന്നതിന് രാജ്യത്തിൽ എന്ത് നടക്കുന്നു. അല്ല, എനിക്കും രാഷ്ട്രീയമുണ്ട്. എന്നാൽ നിങ്ങൾ കൊടി പിടിച്ച് നടക്കുന്നില്ലല്ലോ. അതെ. ആ രണ്ട് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ എനിക്കും ആവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരുണ്ടെന്ന് ഒരു കൂട്ടം വലിയ വിഭാഗത്തിന് തോന്നുവാണെങ്കിൽ തെറ്റെന്താ? ബിക്കോസ് അത് പൊളിറ്റീഷ്യൻ ആവാന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമൊന്നുമില്ല. ഒരു ഫാർമർ ആവുക എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമല്ല. ഒരു സൈനികനാവുന്ന മോശപ്പെട്ട കാര്യമല്ല. പക്ഷെ നമ്മൾ ആ ഒരു കുട്ടിക്കാലത്ത് ഇതൊന്നും പറഞ്ഞു കൊടുക്കുക. ബിക്കോസ് നമുക്ക് എപ്പോഴും ഡോക്ടർ, എഞ്ചിനീയർ, ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൊതുവെ ക്രിക്കറ്റ് അല്ലെങ്കിൽ സിനിമ
ഒരു ജനറൽ പോപ്പുലർ ഒപ്പീനിയൻ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ എന്നെ ഒരിക്കലും തളർത്താറില്ല. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയ ചില 1-2 കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ പോകേണ്ടത്. ഇത് ഞാൻ അത്രയും മറ്റേ വയലൻ്റ് അല്ലെങ്കിൽ മറ്റേ ഇത് പറയുന്ന ആളാണ്. നമ്മൾ കുറച്ച് സെൻസിറ്റീവായി പോയെന്നേ ഉള്ളൂ. അതിൽ നിന്നും എന്തെങ്കിലും വീഴ്ച പറ്റണം? ഇപ്പം മുദ്രപത്തിൽ BJP കാരൻ എന്ന് ഉണ്ണിമുദ്രനെ കാണുന്നു, അതുകൊണ്ട് പല സിനിമകളിൽ നിന്നും ഉണ്ണി വേണ്ട എന്ന് തീരുമാനം, അങ്ങനെ എന്തെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഉണ്ണിക്ക്? അങ്ങനെയൊന്നുമില്ല. ഒരുപാട് സിനിമ ഉണ്ട് ബ്രോ. എന്ന് വെച്ചാൽ ആർക്കും വെറുതെ ഇരിക്കാനുള്ള സമയമില്ല. തീർച്ചയായിട്ടും ഒരുപാട് സിനിമകളുണ്ട്. പിന്നെ ഒരു BJP കാരനായതുകൊണ്ട് സിനിമകളുണ്ടാവും അങ്ങനെയൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല. എൻ്റെ നേരിട്ട് പേഴ്സണലി ആരെങ്കിലും വന്ന് പറഞ്ഞതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇല്ലാത്ത സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൺ ഓഫ് മൈ കൺസേൺ. ഞാനും ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഞാൻ ചിന്തിക്കുന്ന പോലെ നിങ്ങളുടെ പൊളിറ്റിക്സ് അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളുടെ സിനിമ ഇല്ലാതാക്കിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ കേൾട്ടൻ 10 എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഡയറക്ടർ മുഹസിൻ പരാരി, അവന് മറ്റേ PM എന്ന് പറഞ്ഞാൽ അവന് കണ്ണെടുത്ത ഇഷ്ടമല്ല. പുള്ളിയുടെ ഫസ്റ്റ് പടം ഞാനാണ് കൊടുത്തത്. ഞാൻ അവിടുത്തെ നായകൻ. ലാൽ ജോസ് ചേട്ടനാണ് പടം പ്രൊഡ്യൂസ് ചെയ്തത്. പുള്ളിക്കും പുള്ളിയുടെ പൊളിറ്റിക്സ് പറയാണ് അറിയാം. അപ്പോൾ സിനിമയിൽ ഞാനിത് നോക്കാറില്ല. ആ സിനിമയിൽ ഒരുപാട് രംഗങ്ങളുണ്ട് വിച്ച് ഈസ് വെരി നോട്ട് റൈറ്റ് വിങ് ഫ്രണ്ട്ലി. ഞാനിതിൽ ഓക്കെ, നിങ്ങൾ ഷൂട്ട് ചെയ്തോ, നിങ്ങളൊരു സംവിധായകനാണ്, നിങ്ങൾ തിരക്കഥാകൃത്താണ്, നിങ്ങളുടെ സിനിമ നിങ്ങൾ ചെയ്യാം. ആ സിനിമ നായകനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ചെയ്ത കേൾട്ടൻ 10 പ്രശ്നമില്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ചെയ്ത മാളികപ്പുറത്തിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അതാണ് കറക്റ്റ് പോയിന്റാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അവരുടെ കംഫർട്ടിനനുസരിച്ച് അവർ കാണുന്ന കാര്യങ്ങൾ മാത്രം നോക്കി ഇതാണ് ശരിയെന്ന് പറയാൻ എളുപ്പമാണ്. കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് ഈ വ്യക്തി ആരാണെന്നും ഇയാൾ ചെയ്ത സിനിമകൾ എന്താണെന്നും ഇയാളുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്നും ഒക്കെ ഒരു തോട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യം ഞാൻ അനുഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും, എന്തിനാണ് ഞാൻ പെട്ടുപോയത് എന്ന് പറയുമ്പോൾ അതേ സെയിം ടൈം ഐ തിങ്ക് ദാറ്റ് +2 വരെ പഠിച്ച എനിക്ക് എവിടെയോ കിടക്കുന്ന ഗുജറാത്തിൽ കിടന്ന് എനിക്ക് ഈ നാട്ടിലാണ് എനിക്ക് ജോലി ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയതും എന്നെ ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നതും എനിക്കെതിരെ 100 പേര് തെറി പറയുമ്പോഴും 1000 പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു നാടാണ്. അപ്പോൾ പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും എന്നാണ് സിനിമ വേണ്ടതെന്ന് വെക്കേണ്ടത്. ബിക്കോസ് ഞാൻ തീരുമാനിച്ചതാണ് ഇന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കണമെന്ന്. അപ്പോൾ ദൈവം എനിക്ക് അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക നല്ല കാര്യം എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര ഗട്ട് ഫീലിംഗിന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫീലിംഗ് വരും, ഇത് നല്ലതാണ് എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇത് പിന്നെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ സിനിമയിൽ നിന്ന് മാറ്റുക. പിന്നെ നഷ്ടങ്ങളെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആളല്ല ഞാൻ. അത് ബൈ നേച്ചർ അങ്ങനെ ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര മാസ് ഡയലോഗാണല്ലോ ഉണ്ണിമുകുന്ദൻ അടിക്കാൻ ഒന്നും വിചാരിക്കേണ്ട. ബിക്കോസ് ബൈ നേച്ചർ അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഞാനിങ്ങനെ ഞാൻ ഹൈദരാബാദ് അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ എന്നെക്കുറിച്ച് 2 നല്ല വാർത്തകളിടുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. എപ്പോഴെങ്കിലും ഞാൻ വിളിക്കാറുണ്ടോ? ഇല്ല. ഞാൻ വിളിക്കാറില്ല, ഞാൻ ആരെയും വിളിക്കാറില്ല. ബിക്കോസ് എനിക്കങ്ങനെ നിങ്ങളുടെ ജോലി ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ ജോലിയാണ് ചോദ്യം ചോദിക്കുക, ഞാൻ കൃത്യമായിട്ട് മറുപടി പറയുന്നത് വെച്ചാൽ എനിക്ക് നിങ്ങളോടുള്ള ആ സീറ്റിനോടുള്ള മര്യാദയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചായ കുടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതൊന്നും പറയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ ഞാൻ വന്നു, യു ആർ ബൗണ്ട് ടു ആസ്ക് മീ ക്വസ്റ്റ്യൻ, ഐ വിൽ ആൻസർ യു. അത് അത്രയേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ കൂടുതൽ ഡെക്കറേഷൻ അങ്ങനെയൊന്നും ഞാൻ അല്ല. എനിക്ക് ഉണ്ണിയെ വർഷങ്ങളായിട്ട് അറിയാം. നമ്മൾ പല സിനിമയിലും അസീബക്കാട് സിനിമയിലൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് എത്രയോ മണിക്കൂറുള്ള സമയം, അവിടെ ഒന്നും രാഷ്ട്രീയം നമ്മൾ സംസാരിക്കാറില്ല, ഒന്നുമില്ല. നമ്മൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഉണ്ണിയെ എനിക്ക് നേരത്തെ അറിയാം. ഉണ്ണി പറയേണ്ടത് മുഖത്ത് നോക്കി പറയുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഉണ്ണിയെ കൃത്യമായിട്ട് അറിയാം. എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. അത് മറച്ചു വെക്കാതെ പറയും. അല്ല, അത് അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആകുന്നവനാണ് ഒളിച്ചുകളി ഇല്ലാത്തത്. എൻ്റെ കാഴ്ചപ്പാടാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞത്. ഒളിച്ചുകളിയില്ല അങ്ങനെ. അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് ചിരിച്ചു കളിച്ചിട്ട് അവിടെ പോയിട്ട് ഒരു കുറ്റം പറയുന്നവനല്ലോ യഥാർത്ഥ ഹീറോ, ഒരിക്കലുമല്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഉണ്ണിയെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചത്. ഉണ്ണിയെ എനിക്കറിയാം, എത്ര വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന അല്ലേ. എനിക്ക് അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ പറഞ്ഞ പോലെ ഇപ്പം ഷാഫിയുടെ കാര്യം പറഞ്ഞു. ഷാഫി ഇലക്ഷൻ പ്രചരണത്തിൽ വിളിച്ചാൽ പോകുമോ? ഞാൻ ആക്ച്വലി ആര് വിളിച്ചാലും പോകാറില്ല. ബിക്കോസ് അല്ല, ഞാൻ ഒരു ചോദ്യം ചോദിച്ചെന്നുള്ളൂ. ആര് വിളിച്ചാലും പോകാറില്ല. അപ്പം ഇനിയിപ്പോൾ ആര് വിളിച്ചാലും പോകില്ല? ഇല്ല, വിളിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്, എല്ലായിടത്തും വിളിച്ചു. പക്ഷെ ഞാനതിൽ പോകാതെന്ന് വെച്ചാൽ ബിക്കോസ് ഞാൻ അതിൽ ആക്റ്റീവായിട്ട് നിൽക്കേണ്ട ആളല്ല ഇപ്പോൾ. സോ പിന്നെ എന്നെക്കാൾ നന്നായിട്ട് ഒരുപാട് വർഷം ഷാഫിക്ക് പിന്നെ നമ്മുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് ഈസ് ടു കേപ്പബിൾ ഓഫ് എവറിത്തിങ്. ആവശ്യമുള്ള ഇല്ലാതെ വിളിച്ചാൽ പോകുന്ന എൻ്റെ ഒരു ചോദ്യം. അതില്ല എന്ന് പറഞ്ഞല്ലോ. ആരുടെയും പോകുന്നില്ല? ആരുടെയും പോകുന്നില്ല. അല്ല, പൊതുവെ BJP പരിപാടികളൊക്കെ കാണാറുണ്ട് അല്ലേ? അങ്ങനെ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റു പാർട്ടി വിളിച്ചാൽ, ഇപ്പോൾ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ മുന്നേ ഒരുപാട് പരിപാടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 2-3 വർഷത്തിലാണല്ലോ ഇത്തരം വർത്തമാനങ്ങൾ വന്നേക്കുന്നത്. അതെ. അപ്പോൾ പഴയ കുത്തിപ്പോക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ട്
നിങ്ങൾ തന്നെ അത് ചെയ്യണം. ബിക്കോസ് അല്ല പഴയതൊന്ന് പറയൂ, ഞാനത് കൃത്യമായിട്ട് പ്രഷർ ഒന്ന് എത്തിച്ചു. എനിക്ക് ഒരുപാടുണ്ട്, ഒത്തിരി പരിപാടിയിൽ CPM പരിപാടിയിൽ ഒരുപാട് പരിപാടികളുണ്ട്, കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ രാജീവേട്ടനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരത്ത്. ഞാൻ അതേ ദിവസം ശശി തരൂർ സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് മീറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ അവരുള്ള സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഒരു ഫോട്ടോ മാത്രമാണ് പോപ്പുലർ. ഇവർ രണ്ടുപേരും നമ്മുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഈ കാര്യം പറയുന്നത്. ഇത്രയും ദാറ്റ് ഈസ് കഴിഞ്ഞ മാസം നടന്ന കാര്യമാണ്. ഫോട്ടോ വരുമ്പോൾ BJPയുടെ ആളുടെ കൂടെ ഉള്ള മാത്രമേ വരുന്നുള്ളൂ. അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് ഒരുപാട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ സൗഹൃദം ദാറ്റ് ഈസ് എനിക്ക് നിങ്ങൾക്ക് ഒരാളെ താല്പര്യമില്ല, ഇയാളെൻ്റെ സുഹൃത്താണെങ്കിൽ ഞാൻ അയാളെ ഒളിപ്പിച്ച് വയ്ക്കില്ല, ഒരിക്കലും ഇല്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ബിക്കോസ് അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇപ്പം എൻ്റെ ഇപ്പോൾ ഈ സിനിമാ നടനായതുകൊണ്ട്, പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് ചിലപ്പോൾ ഉണ്ണിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ആവാം. പക്ഷേ ഞാൻ എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ഞാൻ ജീവിക്കാൻ ഞാൻ ചിന്തിക്കുന്ന ചില രീതികളുണ്ട്. അത് ഒരു സിനിമ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മളത് മാറ്റേണ്ട കാര്യമില്ല. ബിക്കോസ് ഇന്നത്തെ 5 വർഷം പൊളിറ്റിക്സ് ആണെന്ന് വെച്ചോളൂ. നെക്സ്റ്റ് 5 years ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയ പെട്ടെന്ന് വന്നതാണല്ലോ. ഇപ്പോൾ 7 വർഷം മുന്നേ സോഷ്യൽ മീഡിയ അത്രയും ആക്റ്റീവ് ആയിരുന്നില്ല. ഇപ്പോൾ 5 വർഷം അപ്പുറത്ത് സോഷ്യൽ മീഡിയ ഇല്ലയെന്ന് വെച്ചോളൂ, ഇല്ലയെന്ന് വെച്ചോളൂ. അപ്പോൾ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ ആ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ പിന്നെയും ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നെ മാറണം. പിന്നെ 10 വർഷം കഴിഞ്ഞാൽ വേറെ പുതിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എവറി 10 years ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല, പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാവട്ടെ, ഞാനിങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലാവുന്നൊരു എത്രയോ 3-3.5 കോടി ജനങ്ങളുണ്ട്. അതിൽ കുറച്ച് പേർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ അവർ പതിയെ ശരിയായിക്കോളും. നമുക്ക് അതിനെ നിർബന്ധിക്കാൻ പാടില്ല. ഇല്ലല്ല, അത് ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രൊആക്റ്റീവാണ്. ലൈക്ക് ആ തെറ്റിദ്ധാരണ മാറ്റണം എന്ന് പുള്ളിക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ പുള്ളി അത് ചെയ്യണം. ഞാൻ ഒരിക്കലും എനിക്ക് 1,00,000 പേരുടെ അടുത്ത് പോയി പറയാൻ പറ്റുമോ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല ഞങ്ങൾ അതല്ല. എൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ സിനിമകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, നല്ല സിനിമകൾ ചെയ്യും. അപ്പോൾ സിനിമയിലൂടെ പരിചയപ്പെട്ട എന്നെ ഇവരെല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന ഉണ്ണിമുകുന്ദനെ പരിചയപ്പെട്ടത് സിനിമയിലൂടെയാണ്. തീർച്ചയായിട്ടും അതെ. അല്ലാതെ ഇപ്പോൾ വ്യക്തിബന്ധങ്ങളൊന്നും ആരോടുമില്ല. അപ്പോൾ സിനിമയിലൂടെ ഇഷ്ടപ്പെട്ട ഉണ്ണിമുകുന്ദനെ സിനിമയിലൂടെ തന്നെ അവർക്ക് തിരിച്ചു കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടല്ല, എന്നെ ഒട്ടും ഇഷ്ടമല്ല, ഇവനെ കണ്ടെടുത്ത അങ്ങനെ ഞാൻ കമൻസ് കാണാറില്ല, ഇവനെ നശിച്ച് പോട്ടെ, അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ സിനിമയിലൂടെ തന്നെ കണ്ടു പരിചയമല്ലേ, സിനിമയിൽ തന്നെ അത് ശരിയാവട്ടെ എന്നാണ്. അല്ലാതെ ഉണ്ണിമുകുന്ദൻ മാറാൻ പോകുന്നില്ല. അപ്പം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ നല്ലത്. ബിക്കോസ് ഉണ്ണിമുകുന്ദനെ നിങ്ങൾ ഈ കമൻ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കണ്ടും മാറ്റാൻ സാധ്യത കുറവ്. ഉണ്ണിമുകുന്ദൻ ഇങ്ങനെയാണ്, അത് ചെറുപ്പം മുതലുള്ള സംഭവം. അതെ, ഉണ്ണിമുകുന്ദൻ ഇങ്ങനെയാണ്. നിങ്ങൾ എന്ത് കമൻ്റ് ഇട്ടില്ല, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭാഗത്ത് തെറ്റ് എനിക്ക് ഫീലേ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മയോടൊക്കെ എന്ന് സംസാരിക്കണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എൻ്റെ അമ്മയോട് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, എന്നാൽ ശരി. ബിക്കോസ് എൻ്റെ അമ്മ ടീച്ചറാണ്, എൻ്റെ അച്ഛൻ ഭയങ്കര സാധാരണ ഒരു വ്യക്തിയാണ്, എൻ്റെ സുഹൃത്തുക്കൾ ഭയങ്കര നോർമൽ ആൾക്കാരാണ്. സോ ഐ ആസ്ക് ദം, ഇസ് ദർ എനി പ്രോബ്ലം? ഐ മീൻ നിനക്ക് തോന്നുന്നുണ്ടോ ഈ പറഞ്ഞത്? ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. നിനക്ക് പിന്നെ ഈ എപ്പോഴും ചർച്ച അവസാനിക്കുന്നത് ഇതിൻ്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ പോലെ സിനിമകളില്ലാതാവോ, അല്ലെങ്കിൽ നിങ്ങൾ ഫാൻസ് നിങ്ങൾ വിട്ടുപോകുക, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഫസ്റ്റ് ഓഫ് ഉണ്ണിമുകുന്ദൻ്റെ ആവശ്യമില്ല. ഉണ്ണിമുകുന്ദനാണ് മലയാള സിനിമയുടെ ആവശ്യം. ഉണ്ണിമുകുന്ദന് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ നല്ല കഥകളും നല്ല പെർഫോമൻസും കിട്ടിയാൽ മതി. അതിനുവേണ്ടി ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ എഫേർട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ജയഗണേഷ് എന്ന സിനിമ ചെയ്തത്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ആ സിനിമ നല്ല സിനിമയാണെന്ന്. പിന്നീട് ഒരുപാട് സിനിമകളുള്ളതുകൊണ്ട് അത് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് എനിക്കൊരു മിനിമം ഐഡിയ ഉണ്ട്. ബട്ട് യു നെവർ നോ, ഇതൊരു ഗാമ്പിളാണല്ലോ സിനിമ. റിലീസാകാൻ പോകുന്ന എല്ലാ സിനിമയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. ബട്ട് എൻ്റെ സിനിമയിൽ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ ജെനുവിൻലി എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ്. ഇത് ഇത്തവണ കുറച്ച് വാശിയുണ്ട്, കുറച്ചും കൂടി എനിക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് നമ്മളൊരു സിനിമ ചെയ്തു വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരുമല്ലോ. ഈ ഏരിയയിൽ മാത്രമേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ചിന്തിക്കുന്നുള്ളൂ. ബാക്കി ഒരു ഏരിയയിൽ ഒരു ചിന്തയും പോലും ഇല്ല. ബിക്കോസ് ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ പണ്ടൊക്കെ ഞാൻ കുറച്ചും കൂടി ഓൺലൈനിൽ ആക്റ്റീവായിരുന്നു. ഇപ്പോൾ എൻ്റെ ടീമിനെ ഏൽപ്പിച്ചു. കുറച്ചും കൂടി നമ്മുടെ ഒരു പോരായ്മ അവിടെ ഉള്ളതുകൊണ്ട്, അതായത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു ദേഷ്യം വരുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് കുറച്ചു. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് പേർക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തെറ്റാണെന്നല്ല, അവർ മനസ്സിലാക്കി വെച്ചത് റോങ് രീതിയിലാണ്. അത് ഒരുപാട് ആൾക്കാരുടെ നെറേറ്റീവിൽ അവർ പെട്ടുപോയി.
അത് അവരുടെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല. തീർച്ചയായിട്ടും അത് ആ കാഴ്ചപ്പാടുകൾ സ്വയം മാറേണ്ടതാണ്. മാറ്റപ്പെടാൻ നമുക്ക് അധികാരമൊന്നുമില്ല. അവർ മാറ്റുവാണെങ്കിൽ മാറ്റട്ടെ. നമ്മളിങ്ങനെ തന്നെയാണെന്ന് ഉണ്ണി കൃത്യമായിട്ട് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഉണ്ണി അറിയാവുന്ന ഉണ്ണി പറയുന്നതിൽ തന്നെയാണ് ഞാൻ യോജിക്കുന്നത്. എന്നെ മാറ്റാൻ ആർക്കും കഴിയില്ല. ഞാൻ സ്വയം മാറിയാലേ മാറുള്ളൂ, അല്ലേ? അത് തന്നെയാണ് ഉണ്ണിയും പറഞ്ഞത്. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. എൻ്റെ നായികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ നാളുകളായിട്ട് ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതെ അതെ, നായികനെ ഞാൻ 7 വർഷമായിട്ട് ബ്ലോക്ക് ചെയ്തത്. അതെന്തിനാണ് ബ്ലോക്ക് ചെയ്തത്? ആക്ച്വലി നമ്മൾ കുറച്ച് സീരിയസ് ആയ കാര്യം പറയാം. എന്ന് വെച്ചാൽ ഉദയേട്ടനെ പരിചയമുണ്ട്, ഉദയകൃഷ്ണ. പിന്നെ അപ്പോൾ ഞങ്ങൾ മാസ്റ്റർ പീസ് ഷൂട്ട് ചെയ്ത് ഞാൻ പോയി. അപ്പോൾ മഹിമ അതിൽ വർക്ക് ചെയ്തിരുന്നു അന്ന്. അപ്പോൾ മഹിമ പിന്നെ എന്നെ ഒരു ആവശ്യത്തിന് വിളിച്ചിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉദയനോട് ഞാൻ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കായിരുന്നു. അപ്പോൾ അതെനിക്ക് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഉദയേട്ടനെ വിളിച്ച് പറഞ്ഞു, ഇതാരാണ് ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ഉദയ് എന്ന് പറഞ്ഞു ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത്? ഓ അത് നീ കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഞാൻ മറന്നു, ബിക്കോസ് എനിക്ക് സംസാരം ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. അങ്ങനെ 7 വർഷം കഴിഞ്ഞിട്ട് മഹിമ അങ്ങ് കയറി സൂപ്പർ സ്റ്റാറായി. RDX ഒക്കെ അടിച്ച് ഞാൻ നോക്കിയപ്പോൾ രഞ്ജിത്ത് പറയും നമ്മുടെ ക്യാരക്ടർ അങ്ങ് സെറ്റ് ആവുന്നില്ല. അപ്പോൾ ഞാൻ മഹിമ നമ്പീറിനോട് കോൺടാക്ട് ചെയ്തിട്ട് ഒരു ഓഡീഷനൊക്കെ ചോദിക്കാം. ഞാൻ പറഞ്ഞു ചോദിച്ചോളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെ കത്തിയില്ല. ഇവർ ഓക്കെ എന്ന് പറയുകയും ചെയ്തു. നല്ല ഓഡീഷൻ. അത് മഹിമയുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഈ RDX പോലത്തെ ഒരു സിനിമ ഹിറ്റ് കൊടുത്തതിന് ശേഷം ഒരു ഓഡീഷന് റെഡിയായി അവർ. അതെ അതെ അതെ, അത് വലിയ സംഭവമാണ്. ഞാനത് സാധാരണ അത് കണ്ടിട്ടില്ല അങ്ങനെ. പക്ഷേ ഓഡീഷനും ചെയ്തു, സെറ്റായപ്പോൾ ഞാനപ്പോൾ രഞ്ജിത്തിനോട് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ പണ്ട് ഇവരെ ബ്ലോക്ക് ചെയ്തെന്ന് സംശയം ഉണ്ടെന്ന്. എന്താ? അപ്പോൾ ഞാൻ ഈ മഹിമ വെൽക്കം ഓൺ ബോർഡ്, വെരി ഹാപ്പി. ഞാൻ പണ്ടത്തെ പ്രൊഡ്യൂസറാണല്ലോ. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റായപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ പ്ലീസ് അൺബ്ലോക്ക്. അത് ഞാനിവിടെ എന്തിനാണ് ബ്ലോക്ക് ചെയ്തത്? പക്ഷേ അഗെയിൻ ഭയങ്കര സ്പോർട്ടിംഗ്ലി പുള്ളിക്കാരത്തി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് നിങ്ങളിങ്ങനെ ഉദയ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഭയങ്കര ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ സംസാരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഷി അണ്ടർസ്റ്റുഡ്. ഞാൻ വേറെ രീതിയിൽ ഞാൻ മറന്നു ആക്ച്വലി ബ്ലോക്ക് ചെയ്തിട്ട്. പക്ഷേ ഒരുപാട് സന്തോഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരത്തിക്കും ഭയങ്കര ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിൽ ഒരു സഹനടി പിന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് ഒരു മെയിൻ ഹീറോയിനായിട്ട് വരുന്നു, ഹിറ്റായിട്ട് വയ്ക്കുന്നു. ആ ഗ്രോത്ത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഒരു പെൺകുട്ടി അത് പെൺകുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഷീസ് എ വെരി ഇൻസ്പയറിംഗ് കരിയർ സോ ഫാർ. ഇതിലെ മ്യൂസിക് ഗംഭീരമായിട്ടുണ്ട്. ശങ്കർ ശർമ്മ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ. പിന്നെ നമ്മുടെ ഇപ്പോൾ പ്രേമലൂലൊക്കെ ഭയങ്കര പെർഫോം ചെയ്ത നമ്മുടെ അമൽ ഡേവിസ് എന്നാണ് ഇപ്പോൾ ഞാൻ വിളിക്കുന്നത്. അവൻ്റെ ഒറിജിനൽ നെയിം എന്താ? സംഗീത്. അവൻ്റെ മറ്റേ പേര് കയറി നിൽക്കുന്നത് സംഗീത്. വെരി നൈസ് ഗായ്. ഭയങ്കര ഹമ്പിളാണ് സംസാരിക്കുമ്പോഴൊക്കെ. അപ്പോൾ എല്ലാവരും ഒരുപാട് പോസിറ്റീവ്. ഇപ്പോൾ ചന്ദ്രു DOP നല്ല വർക്കാണ്. സോ ഞാൻ മൊത്തത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വിനീതിൻ്റെ ഇന്നലെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എൻ്റെ 2 സിനിമ റിലീസ് എന്ന് പറഞ്ഞു. ഇതിൽ പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആഗ്രഹം എൻ്റെ 2 സിനിമ റിലീസ് ആയിട്ട് വെക്കാന്ന് പറഞ്ഞു. എന്താണ്? അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്റെ സിനിമ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട് ഈ ഗണേഷ്. അവിടെ എന്റെ സിനിമ റിലീസ്, ഇവിടെ എന്റെ സിനിമ ഞാൻ ഡയറക്ട് ചെയ്ത് ഇവിടെ ഞാൻ പാടിയ സിനിമയാണ്. അത് അങ്ങനെ പറയാൻ ഒരു മനസ്സ് വേണം. ബിഗ് തിങ് എന്ന് വെച്ചാൽ നമുക്കുള്ള പേടി എന്ന് വെച്ചാൽ നമ്മള് വിനീതിന്റെ സിനിമ വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് വിനീതിനെ ഇതിൽ മിസ്യൂസ് ചെയ്തൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ്. ബട്ട് യാ വിനീതിനും എന്താ പറയാ ഫഹദ് എല്ലാവർക്കും ഫ്രണ്ട്സ്, എല്ലാം ഫ്രണ്ട്സ് ആണല്ലോ. പിന്നെ എന്താ പറയുക നല്ല ടൈമാണ്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങുന്ന സമയമാണ്. എല്ലാവരും സിനിമകൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ സിനിമകൾക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്നാണ്. തീർച്ചയായിട്ടും ഈ സിനിമയും സൂപ്പർ ഹിറ്റാണ്. തെലുങ്കിലൊക്കെ ഇപ്പം എങ്ങനെയാണ്? തമിഴിലേക്ക് ഇപ്പോൾ ബേസിക്കലി മലയാളം തന്നെ ചെയ്യാറ്. എനിക്ക് സമയം കിട്ടുമ്പോഴാണ് എനിക്ക് ഇഷ്ടമുള്ള സിനിമകൾ ഇടയ്ക്ക് ഗ്യാപ്പിൽ ചെയ്യുക. ഇപ്പോൾ തമിഴിൽ ചെയ്തിട്ടുണ്ട്, നോക്കാം എങ്ങനെയാണെന്ന്. തീർച്ചയായിട്ടും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. സിനിമയുടെ 100ാം ദിവസമൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഈ പറഞ്ഞ പോലെ ആഘോഷങ്ങളിൽ നമുക്ക് അടിപൊളിയായിട്ട് കൂടണം. പറയുന്നവർ പറയട്ടെ ഞാൻ ഇങ്ങനെയാണ്, പണ്ടത്തെ ചൊല്ലുള്ള എന്തിനാ വാപ്പ എന്നെ തല്ലുന്നത്, ഞാൻ ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞ പോലെ. അവരെ തല്ലിയിട്ടൊരു കാര്യമില്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പറച്ചിൽ അങ്ങനെ പോട്ടെ. നമുക്ക് ഇനി കാണാം. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.